സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഒറ്റപ്പാലത്ത് നടന്നു. കൃഷ്ണാത്മാനന്ദ സരസ്വതി യോഗം ഉദ്ഘാടനം ചെയ്തു. മാർഗദർശക് മണ്ഡൽ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയ്ക്ക് ഒക്ടോബർ 12-ന് പാലക്കാട് കോട്ടമൈതാനത്ത് നടക്കുന്ന സ്വീകരണത്തിന്റെ ഭാഗമായുള്ള ഒറ്റപ്പാലം മേഖലാതല സ്വാഗത സംഘ രൂപീകരണമാണ് വ്യാപാര ഭവനിൽ വെച്ച് നടന്നത്. സ്വാഗത സംഘ രൂപീകരണ യോഗം ആർഷതീർത്ഥം ദയാനന്ദാശ്രമം കൃഷ്ണാത്മാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ വർഷങ്ങളായി ഞാൻ എല്ലാ മാസത്തിലും 3-ാമത്തെ ഞായറാഴ്ച ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു മന്ത്രയോഗത്തിൽ. അപ്പോൾ എനിക്ക് ഒറ്റപ്പാലം അതുപോലെ തന്നെ ഇവിടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ, തോട്ടക്കര പാർത്ഥസാരഥി ക്ഷേത്രത്തില് വളരെ കാലം ഞാൻ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. 2010, 11, 12 കാലഘട്ടങ്ങളിൽ കുറെ അമ്മമാര് അവിടെ സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പോയി. അപ്പൊ അങ്ങനെ ഒറ്റപ്പാലമായിട്ട് നമുക്ക് വല്ലാത്തൊരു ബന്ധമുണ്ട്. ഏറ്റവും പ്രധാനം നിർമ്മലാനന്ദ സ്വാമിയുടെ സ്മരണയാണ്. അതുപോലെ തന്നെ മറ്റൊരു നിർമ്മലാനന്ദ ഗിരിസ്വാമി. അപ്പോ അദ്ദേഹത്തിന്റെ അവസാന കാലം 2 വർഷം അദ്ദേഹം ഇവിടെ തന്നെയാണ് താമസിച്ചത്. കേരളം മുഴുവൻ നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ചെയ്തു. ഇവിടുന്ന് വന്നിട്ട് ബംഗാളിൽ നിന്ന് വന്നിട്ട് ബംഗാളിൽ വിവേകാനന്ദ സ്വാമിയുടെ അതേ സമുദായത്തിൽ കായസ്ഥ വംശം എന്ന് പറയുന്ന ക്ഷത്രിയ വംശത്തിലാണ് അദ്ദേഹത്തിന്റെ ജന്മം. വിവേകാനന്ദ സ്വാമികളെ പോലെ തന്നെ ഒരു ധീരനായിട്ടുള്ള, നിർഭയനായിട്ടുള്ള ഒരു മഹാതാമസനായിരുന്നു, മഹാവൈരാഗിയും മഹാജ്ഞാനിയും അതുപോലെ സംഘാടകനും എല്ലാമായിരുന്ന ഒരു മഹാപുരുഷനായിരുന്നു നിർമ്മലാനന്ദ സ്വാമികൾ. ബ്രഹ്മചാരി വിനയഗോപാൽ അധ്യക്ഷത വഹിച്ചു. പൂർണ്ണാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്രഹ്മാനന്ദ സരസ്വതി, ബ്രഹ്മസുധാനന്ദ സരസ്വതി മാതാ, ജില്ലാ ചെയർമാൻ വിളമ്പത്ത് രവീന്ദ്രൻ, ജയകുമാർ, കണയം വേണുഗോപാൽ തുടങ്ങിയവർ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു.